ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. അത്തം നക്ഷത്ര ജാതകർക്ക് 2024 മാർച്ച് മാസത്തിൽ എങ്ങനെയായിരിക്കും മാസഫലം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. വിശ്വാസയോഗ്യമല്ലാത്ത എല്ലാ പ്രവൃത്തികളിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കുവാൻ ശ്രമിക്കുക. പ്രവൃത്തികളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ, വിശ്വാസമില്ലെങ്കിൽ ആ വഴിക്ക് ഇറങ്ങാതിരിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നല്ല രീതിയിൽ പ്രയത്നിക്കേണ്ടതായി വരുന്നതായിരിക്കും. വളരെ പ്രയത്നങ്ങൾ കൊണ്ട് മാത്രമേ ചെറിയ കാര്യങ്ങൾ പോലും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് ഉഷ്ണസംബന്ധമായതോ ത്വക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. ആരുടെയും കപടമായ സ്നേഹത്തിന് പോയി വീഴാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്നേഹം നടിച്ച് നിങ്ങളെ കൊണ്ട് പലതും സാധിപ്പിച്ചെടുക്കുവാൻ വേണ്ടി വരുന്ന ആൾക്കാരുടെ ആ കള്ളത്തരം മനസ്സിലാക്കി പെരുമാറി മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കുക. കൂടാതെ മുൻകോപം നിയന്ത്രിക്കുകയും വേണം. ഈ സമയത്ത് ഏകാഗ്രത ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധങ്ങൾ വന്നു പെടുവാൻ സാധ്യതയുണ്ട്. ഒരു തൊഴിൽ ചെയ്യുമ്പോഴോ വിദ്യയിലോ പഠനത്തിലോ ഒക്കെ നമ്മൾ ശ്രദ്ധ ഇല്ലാതെ ചെയ്യുന്ന കാര്യത്തിലൊക്കെ അബദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വന്തം ആവശ്യങ്ങളെല്ലാം സാധിച്ചെടുക്കുവാൻ പറ്റും, എങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ കൂടി ശ്രമിക്കുക. നമ്മളുടെ ഒരു ആഗ്രഹം സാധിച്ചെടുക്കുന്നത് വഴി മറ്റൊരാൾ വേദനിക്കാൻ ഇടവരാതിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രണയബന്ധങ്ങളിൽ അനുകൂല തീരുമാനങ്ങളുണ്ടാകും. നല്ല തീരുമാനങ്ങൾ വന്നു ചേരും പ്രണയബന്ധങ്ങളിലൊക്കെ. ഈ രീതിയിലുള്ള ബന്ധങ്ങൾക്ക് മാതാപിതാക്കളുടെ അനുമതി ലഭിക്കും. ജോലിയോടുള്ള ആത്മാർത്ഥത കണക്കിലെടുത്ത് മേലുദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അനാവശ്യമായ ഭയമുണ്ടാകും. പല കാര്യങ്ങളിലും പരീക്ഷയുടെ പഠനത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള ഭയമുണ്ടാകും, അനാവശ്യമായ. എന്നാൽ ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷകൾ അനുകൂലമായി ഭവിക്കും എന്നുള്ളതാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ സാധിക്കും ഈ മാർച്ച് മാസത്തിൽ. പുതുതായിട്ട് വീട് വയ്ക്കുവാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ഏറ്റെടുത്ത ജോലികൾ പൂർത്തിയാക്കുവാൻ സാധിക്കും. വളരെ മനോഹരമായി വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. പുതിയതായിട്ടുള്ള കൃഷി രീതികൾ ആരംഭിക്കും. പുതിയ നൂതനമായ കൃഷി സമ്പ്രദായങ്ങൾ ആരംഭിക്കും. സന്താനങ്ങളുടെ സംരക്ഷണ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുകയും അവരെ സംരക്ഷണത്തിന് വേണ്ടി അവരെ മുൻകാല അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് എടുക്കുകയും അതുവഴി മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് കാണുന്നവർക്ക് തോന്നിയാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.